നമ്മുടെ അതിർത്തിയിൽ ഇതുവരെ ലോകം കാണാത്ത വിധമുള്ള ഒരു യുദ്ധത്തിന് കളമൊരുങ്ങുകയാണോ? പട്ടാളമോ തോക്കുകളോ പീരങ്കികളോ യുദ്ധവിമാനങ്ങളോ മിസൈലുകളോ ഒന്നുമല്ല ശത്രുവിനെതിരെ ഇവിടെ തയ്യാറാകുന്ന ആയുധം. അത് ജലമാണ്. ജലത്തോളം ശക്തി ഒരായുധത്തിനുമില്ലെന്ന് ഇന്ത്യ മാത്രമല്ല, ചൈനയും പാകിസ്ഥാനും ബംഗ്ലാദേശുമെല്ലാം തിരിച്ചറിയുകയാണ്. ശത്രുരാജ്യത്തെ വെള്ളപ്പൊക്കത്താൽ മുക്കാനും വരൾച്ചയാൽ നശിപ്പിക്കാനും പോന്ന വമ്പൻ അണക്കെട്ടുകൾ ഉയരുകയാണ്. ആയുധം ശേഖരിക്കുന്നതിനു പകരം അയൽ രാജ്യത്തേക്ക് എത്തേണ്ട വെള്ളം ശേഖരിക്കുകയാണ് രാജ്യങ്ങൾ. വെള്ളമാണ് പ്രശ്നം. വെള്ളമാണ് തർക്കവിഷയം. സിന്ധു നദീജല കരാർ പുനഃപരിശോധിക്കില്ല. ജലവും രക്തവും ഒരു പുഴയിലൂടെ ഒഴുകില്ല. പാക് ഭീഷണിക്ക് സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യ നൽകിയ മറുപടിയാണിത്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിനെതിരെ പാകിസ്ഥാൻ ആണവ ഭീഷണി പോലും മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുൾപ്പെടെ രാജ്യങ്ങൾക്ക് ഭീഷണിയായി ചൈന ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഡാമുകളിലൊന്ന് അതിർത്തിയിൽ പണിതുകൊണ്ടിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ഫയൽസ് പരിശോധിക്കുന്നു. വരാനിരിക്കുന്നത് ജലയുദ്ധമോ? ആദ്യം അല്പം ചരിത്രത്തിലേക്കാണ്. ഇന്ത്യയും പാകിസ്ഥാനും സിന്ധു നദീജല കരാറിൽ ഒപ്പുവെക്കുന്നത് 1960-ലാണ്. നദികളിലെ ജലത്തിന്റെ പരമാവധി ഉപയോഗം ലക്ഷ്യമിട്ടായിരുന്നു ലോകബാങ്കിന്റെ നേതൃത്വത്തിൽ കരാർ. സിന്ധു, ഝലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ് നദികളുടെ ജലവിഭജനമാണ് ഈ കരാറിന്റെ ഉള്ളടക്കം. കരാർ പ്രകാരം പടിഞ്ഞാറോട്ടൊഴുകുന്ന സിന്ധു, ഝലം, ചെനാബ് നദികളുടെ 80% ജലം പാകിസ്ഥാന് ലഭിക്കുന്നു. ഇന്ത്യക്ക് 20%. സിന്ധു നദീജല കരാർ പ്രകാരം പാകിസ്ഥാന് പൂർണ്ണമായും ഉപയോഗിക്കാവുന്ന നദികളാണ് ചെനാബ്, ഝലം എന്നിവ. ഇവ ഒഴുകുന്നത് ജമ്മു കാശ്മീരിൽ നിന്ന് പാകിസ്ഥാനിലേക്കാണ്. ഇന്ത്യക്ക് ഇവയിലെ ജലം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ മാത്രമേ അവകാശമുള്ളൂ. കിഴക്കുഭാഗത്തെ രവി, ബിയാസ്, സത്ലജ് നദികളിലെ ജലം പരമാവധി ഇന്ത്യക്കും ഉപയോഗിക്കാം. 65 വർഷം പഴക്കമുള്ള ഈ കരാർ കാലഹരണപ്പെട്ടെന്ന് ഇന്ത്യ നേരത്തെ തന്നെ വാദിക്കുന്നുണ്ട്. ഉടമ്പടി പാകിസ്ഥാൻ അനുകൂലമായതിനാൽ അവർ ഭേദഗതികൾക്ക് പോലും തയ്യാറായില്ല. 2016-ലെ ഉറി ആക്രമണത്തിന് ശേഷം ഇന്ത്യ കരാർ പുനഃപരിശോധിച്ചു. 2025 ഏപ്രിൽ 22-ലെ പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ കരാർ മരവിപ്പിച്ചു. 2025 മെയ് 4-ന് ഇന്ത്യ ചെനാബ് നദിയിലെ ബഗ്ലിഹാർ അണക്കെട്ടിന്റെ ഷട്ടർ താഴ്ത്തി. പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹം കുറച്ചു. ഇന്ത്യയുടെ നിലപാട്: അതിർത്തിയിലെ ഭീകരത അവസാനിപ്പിക്കാതെ കരാർ പുനഃസ്ഥാപിക്കില്ല. ഇന്ത്യയുടെ നദികൾ ഇന്ത്യക്കാർക്കാണ്, ഇവിടുത്തെ കർഷകർക്കാണ്. രാജ്യം കാശ്മീരിൽ പുതിയ ജലവൈദ്യുത പദ്ധതികൾ ആരംഭിച്ചു. ജലസംഭരണം വർദ്ധിപ്പിച്ചു. പാകിസ്ഥാൻ ലോകബാങ്കിനെയും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെയും സമീപിക്കുന്നു. പക്ഷേ ഇന്ത്യ ചർച്ചകൾക്ക് തയ്യാറല്ല. ഭീകരത അവസാനിപ്പിക്കൂ, അതിനുശേഷമാകാം ചർച്ചയെന്ന് ഇന്ത്യ നിലപാട് വ്യക്തമാക്കുന്നു. ഇന്ത്യയിലൂടെ എത്തുന്ന നദികളിലെ ജലം ലഭിക്കാതായാൽ പ്രത്യാഘാതങ്ങൾ പാകിസ്ഥാന് താങ്ങാവുന്നതിലും വലുതാണ്. ഇന്ത്യ ജലം തടഞ്ഞു നിർത്തുമെന്ന് പാകിസ്ഥാൻ എന്നും ഭയപ്പെട്ടിരുന്ന പദ്ധതികളായിരുന്നു ബഗ്ലിഹാറും കിഷൻഗംഗയും. 2008-ലാണ് ബഗ്ലിഹാർ അണക്കെട്ടിന്റെ ആദ്യഘട്ടം പൂർത്തിയായത്. രണ്ടാം ഘട്ടം 2016-ൽ. സിന്ധു നദീജല കരാറിന് വിരുദ്ധമായാണ് അണക്കെട്ട് നിർമ്മാണമെന്നാരോപിച്ച് പാകിസ്ഥാൻ പലതവണ ഇത് മുടക്കാൻ ശ്രമിച്ചിരുന്നു. 2007-ൽ തുടങ്ങി 2018-ൽ പൂർത്തിയായതാണ് കിഷൻഗംഗ അണക്കെട്ട്. ഇതിനെതിരെയും പാകിസ്ഥാൻ എതിർപ്പുകൾ ഉയർത്തിയിരുന്നു. 2 പദ്ധതികളും മുടക്കാൻ നടത്തിയ പാകിസ്ഥാന്റെ ശ്രമം ഇന്ത്യ നിയമപരമായി തന്നെ പരാജയപ്പെടുത്തി. ഈ 2 പദ്ധതികളും ഉപയോഗിച്ചാൽ പാകിസ്ഥാനിലേക്കൊഴുകുന്ന ജലത്തിന്റെ ഭൂരിഭാഗവും ഇന്ത്യക്ക് തടയാനാകും. പാക് സൈനിക മേധാവി അസിം മുനീർ പറഞ്ഞു, ഇന്ത്യ ഒരു അണക്കെട്ട് നിർമ്മിക്കാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. ഇത് നിർമ്മിച്ചു കഴിയുമ്പോൾ 10 മിസൈലുകൾ ഉപയോഗിച്ച് ഞങ്ങളത് തകർക്കും. സിന്ധു നദി ഇന്ത്യയുടെ കുടുംബസ്വത്തല്ല. ഞങ്ങൾക്ക് മിസൈലുകൾക്ക് കുറവില്ല. പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് മുന്നറിയിപ്പ് നൽകി. ജലം തടഞ്ഞാൽ ഇന്ത്യക്കാരുടെ രക്തം നദികളിലൊഴുകും. ഒരേ പുഴയിൽ വെള്ളവും രക്തവും ഒഴുകില്ല. സിന്ധു നദീജല കരാർ പുനഃപരിശോധിക്കുകയുമില്ല. മറുപടി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേതാണ്. പാകിസ്ഥാന്റെ കൃഷി, പ്രത്യേകിച്ച് പഞ്ചാബ്, സിന്ധ് പ്രവിശ്യകളിൽ സിന്ധു നദിയെ ആശ്രയിച്ചാണ്. എന്നാൽ പാക് ആവശ്യം പൂർണ്ണമായും തള്ളുകയാണ് ഇന്ത്യ. ഭീകരത പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനോ ഇന്ത്യയോട് ജലാവകാശം ചോദിക്കുന്നത്? പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ സിന്ധു നദീജല കരാർ താൽക്കാലികമായി റദ്ദാക്കിയ ശേഷം
ഇന്ത്യ അണക്കെട്ട് ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ തീവ്രമാക്കി. ഇത് പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹത്തിൽ ഏറ്റക്കുറച്ചിലുകൾ സൃഷ്ടിച്ചതായും ഉപഗ്രഹ ചിത്രങ്ങളും ഫ്ലോ ഡാറ്റകളും വ്യക്തമാക്കുന്നു. ആദ്യം നിലപാട് മാറ്റൂ, ഇന്ത്യ പറയുന്നു. മറുഭാഗത്ത് ചൈനയുടെ ബ്രഹ്മപുത്ര അണക്കെട്ട് ഇന്ത്യക്ക് ജലബോംബ് ഭീഷണിയാകുകയാണ്. ഈ വർഷം ജൂലൈ 19-ന് ചൈന ഔദ്യോഗികമായി ആരംഭിച്ച അണക്കെട്ട് പദ്ധതി തിബറ്റിലെ യാർലുങ് സാങ്പോ നദിയിൽ, അതായത് ഇന്ത്യയിൽ ബ്രഹ്മപുത്രയായി മാറുന്ന നദിക്കു കുറുകെയാണ്. $167.1 ബില്യൺ ചെലവിൽ നിർമ്മിക്കുന്നതാണ് ഈ അണക്കെട്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണിത്. ചൈനയുടെ 3 ഗോർജസ് അണക്കെട്ടിനേക്കാൾ 3 ഇരട്ടി ശേഷിയുള്ളത്. 60,000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഈ പദ്ധതിയിലൂടെ കഴിയും. ഹിമാലയൻ നിരയിലൂടെ ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് വളഞ്ഞൊഴുകുന്ന വലിയ മലയിടുക്കിലാണ് ഈ പദ്ധതി. അരുണാചൽ കടന്ന് ബ്രഹ്മപുത്ര ഒഴുകുന്നത് ബംഗ്ലാദേശിലേക്കാണ്. ഇന്ത്യ ചൈന അതിർത്തിക്ക് തൊട്ടടുത്ത് അരുണാചൽ പ്രദേശിന് സമീപമായാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മപുത്ര നദി ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ എന്നിവയ്ക്ക് ജീവനാഡിയാണ്. ഈ നദി 2900 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ്. ഇന്ത്യയിലെ 29% ഭൂമിയിലെ ജലസ്രോതസ്സു കൂടിയാണിത്. ചൈന അണക്കെട്ട് വഴി ജലപ്രവാഹം നിയന്ത്രിച്ചാൽ ഇന്ത്യയിൽ വരൾച്ച, വെള്ളപ്പൊക്കം, മണ്ണൊലിപ്പ് എന്നിവ ഉണ്ടാകാം. 2020-ലെ അസമിലെ വെള്ളപ്പൊക്കത്തിൽ 100-ലധികം പേരാണ് മരിച്ചത്. 25 ലക്ഷം പേർ ബാധിതരായി. ഇത്തരം ദുരന്തങ്ങൾ ചൈനയുടെ അണക്കെട്ടുകൾ മൂലം വർദ്ധിക്കുമെന്നാണ് ഇന്ത്യൻ വിദഗ്ധരുടെ ആശങ്ക. ഇന്ത്യയുടെ കൃഷി, പ്രത്യേകിച്ച് അരുണാചലിലെ ചായത്തോട്ടങ്ങൾ, അസമിലെ നെല്ല്, മത്സ്യബന്ധനം, ജൈവവൈവിധ്യം എന്നിവ തകരാം. ഇന്ത്യൻ വിദേശ മന്ത്രാലയം ചൈനയോട് സുതാര്യത ആവശ്യപ്പെട്ടു. ജലവിവരങ്ങൾ പങ്കുവയ്ക്കാൻ ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ പ്രതികരണം ശക്തമാണ്. പകരമെന്നോണം ഇന്ത്യ ബ്രഹ്മപുത്രയിൽ സ്വന്തം അണക്കെട്ടുകൾ നിർമ്മിക്കാൻ പദ്ധതിയിടുകയാണ്. ഇന്ത്യ ജലനിരീക്ഷണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തി. ബംഗ്ലാദേശുമായി സഹകരണം വർദ്ധിപ്പിച്ചു. ഇന്ത്യയുടെ ദേശീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ നയതന്ത്രവും ആയുധമാക്കുകയാണ്. അമേരിക്കയുമായി പകരത്തീരുവയിൽ അകന്നതോടെ ചൈനയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഈ അണക്കെട്ട് യുദ്ധം എങ്ങോട്ടാണ് നീങ്ങുന്നത്? ജലം ഒരു ആയുധമായി മാറുന്നതാണ് സാഹചര്യം. ജലയുദ്ധം ഒഴിവാക്കാൻ നയതന്ത്ര ചർച്ചകളും അന്താരാഷ്ട്ര സഹകരണവും അനിവാര്യമാണ്. ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള ജലവിഭജനവും നദീസംരക്ഷണവും സമാധാനപരമായി കൈകാര്യം ചെയ്യേണ്ടത് ഈ മേഖലയിലെ സമാധാനത്തിന് അനിവാര്യമായി മാറുന്നു.